ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പറയാണ്, അപ്പോൾ ലൈക്കും സബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖമാണ്, നല്ല ചൂടാണ്, നല്ല വെള്ളത്തിന് ക്ഷാമമാണ്, അതൊക്കെ തന്നെ നമ്മളെ വിശേഷം കേട്ടോ. അപ്പോൾ മഴ പെയ്യോളം കുറച്ച് ബുദ്ധിമുട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ പോകുക കേട്ടോ. വെള്ളത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കണം. നമ്മളിനി ചോറും കറിയും വെക്കാൻ പോവുക കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കുറേ കഴുകാണ്ട് സിങ്കിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ കറിക്ക് വെള്ളരിക്കയാണ്, പിന്നെ ഉപ്പേരിക്ക് കാബേജ് ഇട്ടോ. അപ്പോൾ ഒന്ന് മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാക്കയാണെങ്കിൽ വലിയൊരു കാബേജും കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും ചെറിയ കാബേജ് കൊണ്ടുവന്നാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൂട്ടാൻ വെക്കാനുള്ളത് മാത്രം കൊണ്ടുവന്നാൽ മതി അറിയട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല നാടൻ മോരും കൊണ്ടു നിൽക്കുന്നത്, വെള്ളരിക്ക നല്ല നാടൻ മോര് ഒഴിച്ചിട്ടൊരു കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ കാബേജിൻ്റെ ഒരു പകുതി എടുത്തേക്കണ്, പകുതി മതി, ഫുള്ളാക്കി എടുത്താൽ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ. കാബേജ് ഉപ്പേരി ഇവിടെ വെച്ചാൽ അധികം നമ്മൾ തന്നെ കഴിച്ച് തീർക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനും പച്ചക്കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മളെ മക്കൾക്കൊക്കെ മീനോ ഇറച്ചിയില്ലാതെ നടക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് വെള്ളരിക്ക വേഗം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാബേജ് ഇതാട്ടോ പിന്നെ ഞാൻ കാബേജ് കഴുകിയിട്ടില്ല കേട്ടോ മുറിക്കാൻ. ഞാൻ മുറിച്ചിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു മണം പോകണവരിട്ട് കേട്ടോ. കാബേജ് ഒരു സ്മെല്ലാണല്ലോ, ഒരു വൃത്തിയായിട്ട് സ്മെല്ലല്ലേ, ആ സ്മെല്ല് പോയി കിട്ടണ ഞാൻ നല്ലോണം വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് നമ്മളെ അരിപ്പിയിലെടുത്ത് ഊറ്റി വെക്കും കേട്ടോ. അപ്പോൾ കേബേജൊക്കെ ഉണ്ടാക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേബേജ് കഴിക്കൂല കേട്ടോ. അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ കേബേജ് ഉണ്ടാക്കണത് എന്തായാലും. പക്ഷേ നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് കേബേജ് ഉപ്പേരി പയർ അതൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വാങ്ങും, വെക്കും, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളരിക്ക് അതാ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചേക്കണു. പിന്നെ കുറച്ചൊരു 5-6 കഷ്ണം മീൻ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്കൊന്ന് അവിടെ ചൂടാക്കി എടുത്ത് വെക്കണം. അപ്പോൾ എന്തായാലും അത് വേകുമ്പോഴത്തേനും നമ്മളെ കേബേജ് ഇതാ കേട്ടോ നമ്മൾ തൂമിച്ച് കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ ഇട്ടിട്ട് ദണ്ടിൽ ഇതുപോലെ കഴുകി ഊറ്റി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലവർ ഇങ്ങനെ കഴുകിയിട്ട് മുറിക്കണതാണ് കേട്ടോ. നമ്മളെപ്പോഴും മുറിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകാറ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെള്ളമൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഇതാ നമ്മൾ എന്നിട്ട് കേബേജൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അപ്പുറത്തെ ഗ്യാസുമ്മ കറി വെച്ചത് അങ്ങോട്ട് റെഡി ആയിക്കണു. തേങ്ങയൊക്കെ അരച്ച് പാർന്ന് മോരൊക്കെ ഒഴിച്ച് കാണ്ട് കേട്ടോ. നമ്മൾ കടുകും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നമ്മൾ കടുക് ഇടുമല്ലോ, അപ്പോൾ എണ്ണയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മോരുങ്കറിക്ക് പ്രത്യേക ഒരു കളറ്, ഒരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഇടയിലിങ്ങനെ മഞ്ഞ കളറ് ഒരു ഡാർക്ക് മഞ്ഞയും ലൈറ്റ് മഞ്ഞയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ അങ്ങനെ കാട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് കറി റെഡിയായി. അപ്പോൾ നമ്മളെ മീൻ ഒരു 5-6 കഷ്ണം മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കി വെക്കട്ടെ. പിന്നെ അപ്പുറത്തേതാ നമ്മുടെ കേബേജും നല്ലോണം വെന്തിക്കണ്. ഞാൻ കുറച്ച് നാളികേരം അതുപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെന്ത് പാകത്ത് വേവിക്കണം കേട്ടോ. ഒരുപാട് ഞാൻ വേവിക്കൂല കേട്ടോ. കേബേജ് നല്ലോണം വെന്തെങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളം വീച്ചിയ പോലെ ഉണ്ടോ കേട്ടോ. അത് ചെറിയ പാകത്തൊരു വേവിക്കൽ കേട്ടോ. അപ്പോൾ അതും ഇങ്ങോട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ അടുക്കള പണികളൊക്കെ അങ്ങോട്ട് മൊത്തം കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളും ഒക്കെ ക്ലിയറാക്കി വെച്ചിട്ട് കഴുകി ക്ലീനാക്കി വെച്ചു. അങ്ങനെ ഇതാ നമ്മൾ കുഞ്ഞടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പാത്രങ്ങളൊന്നും മേലെ റാക്കോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളിടത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ താഴത്തും മേലെയൊക്കെ ആയിട്ട് അങ്ങനെ കഴുകി കമഴ്ത്തി വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു 4 മണിക്കത്തെ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ചായക്ക് വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 4 മുട്ട ഉണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ മസാല ഇട്ടിട്ടൊന്ന് പൊരിക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളെ കാടമുട്ടയൊക്കെ ഈ തട്ടുകട സ്റ്റൈലിൽ കാടമുട്ടയൊക്കെ ഉണ്ടല്ലോ, തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഞാനെന്തായാലും കഴിച്ചിരിക്കുന്നത് തട്ടുകടയിൽ നിന്ന്. കഴിക്കാത്തവരോട് പറയാം, കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ വലിയ മുട്ട കേട്ടോ, കാടമുട്ടയല്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും
അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം എണ്ണയിൽ നല്ലോണം അങ്ങോട്ട് ഉരുട്ടി 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 എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ മറിച്ചിടുമ്പോൾ അങ്ങനെ കിടന്ന് ഉരുളുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി കൊടുത്ത് ചായയൊക്കെ കുടിച്ച് അങ്ങനെ 4 മണിയായപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടോ. ഇനിയിപ്പോൾ ഇതാ പരിപാടി ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുക, അതൊക്കെ തന്നെ കേട്ടോ വൈകുന്നേരത്തെ പരിപാടി പ്രത്യേകിച്ച്. അപ്പോൾ നമ്മളിനി കുടിവെള്ളത്തിന് പോകാൻ പോവുക കേട്ടോ. അപ്പോൾ കുടിവെള്ളത്തിന് പോണ വൈക്കത്ത് വെറുതെ ഒന്ന് ഇത് നമ്മളെ മുന്നത്തെ തൊട്ടടുത്തുള്ളൊരു എന്താ തൊടിക കേട്ടോ. അപ്പോൾ അവിടെ നല്ല പച്ചപ്പൊക്കെ പറഞ്ഞാൽ അവർ നനക്കലിൻ്റെ ആ ഇതുകൊണ്ടാട്ടോ അത്രയും പച്ചപ്പ്. മറ്റേ ഭാഗത്തുള്ളതൊക്കെ ഉണങ്ങി കരിയാനൊക്കെ തുടങ്ങിക്കണം. പക്ഷെ ഓരോ തൊടിയിൽ നല്ല പച്ചപ്പ് ഇതുണ്ടില്ലേ. ഇപ്പുറത്തെ തൊടുപോലെ എല്ലാതും കൂടെ ഉണങ്ങിയിരിക്കണു. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ വെള്ളം നനക്കാൻ ഉണ്ടെങ്കിൽ നനക്കുക, അല്ലെങ്കിൽ അങ്ങനെ അത്രയൊന്നും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെയൊക്കെ തറവാട്ടിലത്തെ കിണറാട്ടോ. അപ്പോൾ അവർ ഇവിടെ ഇല്ല, താമസമില്ല. അവിടുത്തെ അമ്മയും ഇപ്പം അവരൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. നമ്മളെ നല്ല വേണ്ടപ്പെട്ടവരെ നമ്മളെ ചങ്കുകളാണ് അവരൊക്കെ കേട്ടോ. അപ്പോൾ അവരെ കിണറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ കുടിവെള്ളത്തിനായിട്ട് പോണത്. അപ്പോൾ ഞാനിങ്ങനെ കോരുമ്പോൾ മോനോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടോ. അവനാണെങ്കിൽ കിടന്ന് വിറക്കാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ. പിന്നെ എന്തായാലും വീഡിയോ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അത്രയൊക്കെയല്ലേ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.